ഹലോ ഗായ്സ്, ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ ചേനപ്പൂവാണ് കേട്ടോ. ചേനപ്പൂവിൻ്റെ തോരൻ ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. ഇനി കിട്ടുന്നവരെല്ലാവരും, ചേനപ്പൂ കിട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചേനപ്പൂവിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അത് കട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കണേ. ആ വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവോള ആവശ്യത്തിനുള്ളതിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനപ്പൂവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാം കൂടി നന്നായി ഒന്നും കൂടി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണേ. ഇനി ഇതുപോലെ ചേനപ്പൂ കിട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. ചോറിന് കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്യണേ.